കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 13-14 വാക്യങ്ങൾ. യേശു സമരിയാക്കാരിയോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവും സമരിയാക്കാരിയുമായിട്ടുള്ള സംഭാഷണം. യേശു കർത്താവ് 7 വാക്യങ്ങളോട് സംസാരിച്ചു. അവൾ 6 പ്രാവശ്യം യേശുവിനോട് സംസാരിച്ചു. ഈ ചെറിയ ഒരു സംഭാഷണത്തിന് അവസാനം അവൾ ആത്മാവ് ഉണർത്തപ്പെട്ടവളായി. മനസ്സ് ചത്തതായിരുന്നു. കാലിയായ കുടവും കുനിഞ്ഞ മുഖവുമായി ഉച്ചയ്ക്ക് 12 മണിക്ക് വെള്ളം കോരാമെന്ന സഹോദരി കൂടെ അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടത്തക്കവണ്ണം യേശുവിൻ്റെ സംസാരത്താൽ ഉത്തേജിതയായി. മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഇന്നുണ്ട്, മനുഷ്യരെ ഉത്തേജിപ്പിക്കുന്നവർ. അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമാണെങ്കിലും ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലത് തന്നെ. പക്ഷെ എന്നാലും ഒരടിസ്ഥാനമില്ലാത്ത വീട് പോലെയാണ്. വലിയ കാറ്റോ മഴയോ സുനാമിയോ ഉരുൾപൊട്ടലോ വന്നാൽ അത് വീണുപോകും. എന്നാൽ ദൈവവചനം, ദൈവപുത്രൻ്റെ വചനം, അത് നിലത്തുലയിൽ 7 ആവർത്തി ശുദ്ധി ചെയ്ത വെള്ളി പോലെയാണ്. നസ്രായനായ യേശു, ദൈവം മനുഷ്യനായി വന്നവൻ, അവൻ ഈ ഭൂമിയിൽ എല്ലാ കഷ്ടതകളും അനുഭവിച്ചു. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്നു. പാപം ഒഴികെ സകലത്തിലും മനുഷ്യനോട് സദൃശ്യനായി നമുക്ക് പിന്തുടരാനൊരു കാൽച്ചുവട് തന്നിരിക്കുന്നു. നിരാശപ്പെടാത്തൊരു മനുഷ്യൻ, തകരാത്തൊരു മനുഷ്യൻ, ആർക്കും തകർക്കാൻ പറ്റാത്ത വിശ്വാസമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ ഇവളോട് സംസാരിക്കുകയാണ്. സ്ത്രീയോട് സംസാരം തുടങ്ങാൻ വേണ്ടി യേശു കർത്താവ് വെള്ളം ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ യേശു വഴി നടന്ന് ക്ഷീണിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഏതായാലും വെള്ളം ചോദിച്ചു. വെള്ളം കുടിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ ആഹാരം മേടിക്കാൻ പോയിരുന്നു, മേടിച്ചുകൊണ്ട് വന്നു. അത് കഴിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. കഴിക്കാൻ അവർ പറയുന്നുണ്ട്. യേശു പറയുന്നു, നിങ്ങൾ അറിയാത്ത ഒരാഹാരം എനിക്കുണ്ട്. യേശുവിൻ്റെ 1-ാമത്തെ പരീക്ഷ ശ്രദ്ധിച്ചേ. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും. ക്ഷീണങ്ങളൊക്കെ മാറ്റുമെന്ന് ഈ വചനം. യേശുവിൻ്റെ 2-ാമത്തെ പരീക്ഷ ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ആ സഹോദരി തനിക്കറിയാവുന്ന ചില കാര്യങ്ങളും ഈ ലോകത്തിൻ്റെതായ തിയറിയൊക്കെ പറയുമ്പോൾ യേശു പരിജ്ഞാനത്തിൻ്റെ വചനങ്ങളെ പറയുന്നു. 3-ാമത്തെ പരീക്ഷ യേശുവിൻ്റെ സാത്താൻ പറയുന്നു, ആരാധിക്കാൻ പറയുന്നു. യേശു കർത്താവ് ഇവിടെ ആരാധനയെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വരുന്ന പരീക്ഷകൾ, അതിനെല്ലാം ഉള്ള മരുന്ന് ഏത് സാഹചര്യത്തിലും അത് യേശുവിൻ്റെ വചനം തന്നെയാണ്. യേശുവിനോട് വെള്ളം ചോദിക്കുന്നു. അതിനുശേഷം യേശു പറയുന്നു, നിന്നോട് ചോദിക്കുന്നവൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുമായിരുന്നു, ഞാൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുമായിരുന്നു. അപ്പോൾ അവളുടെ മറുപടി രസകരമാണ്. അവൾ പറയുന്നത്, യജമാനനെ കോരാൻ പാത്രം നിൻ്റെ കയ്യിലില്ല, ഈ കിണറാണ്, ആഴമുള്ളതാണ്. അപ്പോൾ യേശു പറയുകയാണ്, ഈ വെള്ളമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് തന്നെ എനിക്ക് പാത്രത്തിൻ്റെ ആവശ്യമില്ല. കിണറിൻ്റെ ആഴവും പ്രശ്നമില്ല. മനുഷ്യരെല്ലാവരും ഒരു പാത്രവും കൈപ്പിടിച്ച് നടക്കുക. ഏത് ആഴമുള്ള കിണറാണെങ്കിലും കോരിയെടുത്ത് ദാഹം തീർക്കാൻ നടക്കുക. യേശു പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ആ വെള്ളം കുടിക്കുന്നവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായിത്തീരും. ഇനിയാണ് നമ്മുടെ വിഷയം. സമരിയാക്കാർ ചോദിച്ചില്ല, പക്ഷെ ഇന്നത്തെ ആൾക്കാർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ വെള്ളം കുടിച്ചവരല്ലേ? അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ദാഹം ഉണ്ടല്ലോ. എല്ലാവർക്കും ഇല്ല, ദാഹമുള്ളവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. വേണ്ട, പേഴ്സണലായിട്ട് എൻ്റെ ദാഹം മാറിയിട്ടില്ലല്ലോ, ഞാൻ ഈ വെള്ളം കുടിച്ചതല്ലേ. ആ വചനത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരം. 1, നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന, ഇത് വളർന്നു വരുന്ന, പ്രോഗ്രസീവായിട്ട് കിട്ടുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് ഒരു മനുഷ്യന് ആത്മീയനായി വന്നില്ല. സ്നാനപ്പെട്ടിട്ട് 1 മാസം കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞിട്ട് അവൻ തികഞ്ഞവനാകുന്നില്ല. പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് എഴുതിയ ലേഖനങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ചു തീർന്നിട്ടില്ല. ആ മനുഷ്യൻ പറയുന്നു, എല്ലാം കിട്ടിയെന്നോ തികഞ്ഞവനായോ ഒന്നും അല്ല, അവൻ എന്നെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലോട്ട് ഓടുന്നു. ഇത് വർദ്ധിച്ചു വരുന്നതാണ്. ക്രിസ്തു വന്ന തലയോളം ഇത് വർദ്ധിക്കും.
കുറച്ചൊക്കെ കിട്ടുമ്പോൾ തന്നെ നമ്മളെന്തോ ആകും. കാരണം അങ്ങനൊരു ഫീലിംഗ് നമുക്ക് വരും. താഴെ നിൽക്കുന്ന മനുഷ്യനേക്കാൾ 7 നിലയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുന്നവൻ ഉയർന്നവനായി തോന്നുന്ന പോലെ ഒരു ഫീലിംഗ് വരും. പക്ഷെ മേഘം അതിനും മേലെയാണ്, ആകാശം അതിനും മേലെയാണ്, സ്വർഗം അതിനും മേലെയാണ്. ഹല്ലേലൂയ. പക്ഷേ മറുവശം ഒന്ന് ചിന്തിച്ചേ, യേശുവിൻ്റെ വെള്ളം കുടിക്കാത്തവന്, ഈ ലോകത്തിൻ്റെ വെള്ളം കുടിച്ച് ദാഹം തീർക്കാമെന്ന് വിചാരിച്ചവന് ദാഹം കൂടത്തേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം പത്രത്തിൽ 52 കോടി കൊടുത്ത് ഒരു വാഴപ്പഴം ലേലത്തിൽ പിടിച്ച്, അത് കലാസൃഷ്ടിയാണെന്നാണ് പറയുന്നത്. ആ വാഴപ്പഴം എല്ലാവരും കാണുകയും ചെയ്ത് മീഡിയയുടെ മുമ്പിൽ വെച്ച് ചൈനക്കാരനായ ഒരു കോടീശ്വരൻ തിന്നുകയാണ്. കാരണം ദാഹം കൂടുന്നതേ ഉള്ളൂ. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം വീണ്ടും ദാഹിക്കും. യേശു തരുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഓരോ മനുഷ്യൻ്റെ അപ്പറ്റൈറ്റ്സ് ഉണ്ട്, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ. പൂർത്തീകരിക്കപ്പെടാത്ത മോഹങ്ങൾ എന്നൊരു ടേം കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വൃദ്ധനായൊരു മനുഷ്യൻ ചെറുപ്പകാലത്തിൽ അവന് ഒന്നും പറ്റിയില്ല, ടീഷർട്ടും ജീൻസും ഷൂസും ഇട്ട് നടക്കാൻ പറ്റിയില്ല. അവൻ വൃദ്ധനാകുമ്പോൾ അതിടാൻ ആഗ്രഹിക്കുന്നു. തെറ്റല്ല ഞാൻ പറഞ്ഞത്. ഇതിന് സമാനമായ പൂർത്തീകരിക്കപ്പെടാത്ത മോഹങ്ങൾ വരാം മനുഷ്യന്. പക്ഷെ യേശുവിൻ്റെ വചനം കുടിക്കുന്നവൻ്റെ ഉള്ളിലൊരു ഉറവ് വരികയാണ്. ഇത് പൊങ്ങി വരുന്നതനുസരിച്ച് ഇവൻ്റെ അപ്പറ്റൈറ്റ്സ്, ഇവൻ്റെ ആ എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും അതിനെ ശമിപ്പിച്ച് ഈ വെള്ളം പൊങ്ങും. ഹല്ലേലൂയ. ഈ വെള്ളം പൊങ്ങുമെന്ന് മാത്രമാണോ? നോഹയുടെ കാലത്ത് വെള്ളം പൊങ്ങിയപ്പോൾ പൊങ്ങി കണക്ക് നിന്നെ കൂടെ പൊങ്ങും. ഹല്ലേലൂയ. പിന്നെ നിന്നെ പുറകോട്ട് വലിക്കാനോ താഴത്തോട്ട് വലിക്കാനോ ആർക്കും പറ്റുകയില്ല. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. അത് ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ സഹോദരി പറയുന്നുണ്ട്, യജമാനനെ എനിക്ക് ആ വെള്ളം തരണം, എനിക്ക് ദാഹിക്കാതിരിക്കേണ്ടതിന്, ഞാൻ വീണ്ടും വെള്ളം കോരാൻ ഇവിടെ വരാതിരിക്കേണ്ടതിന് എനിക്കത് വേണം. യേശു പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോകുക. അപ്പോൾ കുടുംബജീവിതത്തിൽ തകർന്ന ഒരു പാർട്ടിയാണിത്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 5 ഉപേക്ഷിച്ചു. ഇപ്പോൾ കല്യാണം കഴിക്കാതെ ഒരാളുടെ കൂടെ താമസിക്കുകയാണ്. അപ്പോൾ അവളുടെ കുടുംബജീവിതത്തിൻ്റെ പരാജയത്തിനുള്ള പരിഹാരം യേശുവിൻ്റെ വചനത്തിലുണ്ട്, വ്യക്തമല്ലേ? ഇനി സാമ്പത്തികമായിട്ട് തകർന്ന കടം മേടിച്ച് തകർന്നൊരു മനുഷ്യനാണെങ്കിൽ യേശു എന്ത് പറഞ്ഞേനെ? നീ ആരുടെക്കാനാണ് കടം മേടിച്ചിരിക്കുന്ന വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞേനെ? രോഗബാധിതരായിരിക്കുന്ന മാതാപിതാക്കളുള്ള കുഞ്ഞുങ്ങളുള്ള ഒരാളായിരുന്നെങ്കിൽ യേശു എന്ത് പറഞ്ഞേനെ? വാ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞേനെ. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ വചനത്തെ അപ്ലൈ ചെയ്യാമെന്ന്. കുടുംബജീവിതം തകർന്നവനെ, സാമ്പത്തിക ഭാരത്താൽ വലയുന്നവനെ, രോഗത്താൽ വലയുന്നവനെ, ഭയത്താൽ വിഷമിച്ചിരിക്കുന്നവനെ, ഈ വചനം നിനക്ക് നിൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാം. തീർന്നു പോകത്തില്ല. ഇത് വർദ്ധിച്ച് വരും. നിൻ്റെ സമാധാനം വർദ്ധിച്ച് വരും. ഇത് വേറൊരു അത്ഭുതകരമായ കാര്യം ചെയ്യുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. കണ്ടോ, നമ്മുടെ എല്ലാവരുടെയും ജന്മന ഒരു ഉറവുണ്ട്. എന്തിനേയും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു ഉറവ്. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന് പറയിപ്പിക്കുന്നത് ആ ഉറവാണ്. എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ പൊടിഞ്ഞു പോകും എന്ന് പറയിപ്പിക്കുന്നത് ആ ഉറവാണ്. കാശുള്ളവനാണ് കാര്യക്കാരൻ, പണത്തിന് മീതെ മരുന്നും പറക്കില്ല. ഇതെല്ലാം ഉറവിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ പേരാണ് ഉപ്പുറവ. കർത്താവിൻ്റെ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ തുറക്കുന്ന ഉറവ, അത് മധുരമുള്ള വെള്ളം പുറപ്പെടുവിക്കുന്ന ഉറവയാണ്. ജീവജലം, പോസിറ്റീവ് തോട്ട് തരുന്ന, പോസിറ്റീവ് ഐഡിയ തരുന്ന, വഴിമുട്ടി നിൽക്കുമ്പോൾ വഴി കാണിച്ചു തരുന്ന ഒരു ഉറവയാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മോശമാണ്. അത്തിവൃക്ഷം അത്തിക്കായേ തരത്തുള്ളൂ, ഒലീവ് പഴം തരത്തില്ല, അഭിഷേകം തരത്തില്ല. ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരുത്തന് ക്രിസ്തുവിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഞങ്ങൾ ഒരു തെറ്റിനും കൊള്ളരുതായ്മയ്ക്കും പോകുന്ന ആൾക്കാരൊന്നുമല്ല. ഞങ്ങൾക്ക് ക്രിസ്തുവിന് ആവശ്യമില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ തെറ്റി. നിങ്ങൾ അത്തിവൃക്ഷമാണ്. നിങ്ങൾക്ക് അത്തിക്ക പുറപ്പെടുവിക്കാൻ കഴിയും, ഒലീവ് പഴം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. ഇനി നിങ്ങൾക്ക് മുന്തിരിയുടെ ഫലം, സ്നേഹം, സന്തോഷം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. ഇത് രണ്ടും യേശുവിലാണുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് നമുക്കിങ്ങനെ പറയാം, ജീവിക്കാൻ വേണ്ടി യേശുവിൻ്റെ വചനമല്ലാതെ വേറൊരു വചനവുമില്ല. വേറൊരു ഉറവിലെ വെള്ളവും കുടിച്ചാലും ജീവനും ജീവിതവും കിട്ടുകയില്ല. ജീവനും ജീവിതവും തരാൻ യേശു കർത്താവ്
നമുക്ക് അന്ധമായിട്ട് അവനെ വിശ്വസിക്കാം. കാരണം നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ചതല്ലേ, നമുക്ക് വേണ്ടി ഉയർത്തതല്ലേ. കണ്ടോ, പോസിറ്റീവ് എനർജി. മരണത്തിലും തീരുന്നില്ല, കല്ലറയിലും തീരുന്നില്ല. ഉയർത്ത പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുന്നു യേശു കർത്താവ്. ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങളെ. നിങ്ങൾ ഇന്നു മുതൽ ജയാളികൾ. ഇന്നു മുതൽ നിങ്ങൾ വർദ്ധിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആശകൾ ശമിപ്പിക്കുന്ന, നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്ന ആ ജീവജല ഉറവ നിങ്ങളിൽ നിന്നൊഴുകട്ടെ, വർദ്ധിക്കട്ടെ. ആമേൻ.